ശബരിമല പ്രശ്നങ്ങൾക്കിടെയുള്ള ആദ്യ രാഷ്ട്രീയ ബലാബലത്തിൽ എൽഡിഎഫിന് നേട്ടം. 39 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 22 സീറ്റിലും ഇടതുമുന്നണി ജയിച്ചു. യുഡിഎഫിന് 12 സീറ്റിൽ മാത്രമാണ് ജയം. ഒരു സീറ്റിൽ കോൺഗ്രസ് വിമതൻ ജയിച്ചു. ബിജെപിയും എസ്ഡിപിഐയും 2 സീറ്റുകളിൽ ജയിച്ചു. ഒരു സീറ്റെങ്കിലും കുറഞ്ഞാൽ സർക്കാരിനും സിപിഎമ്മിനുമുള്ള തിരിച്ചടിയെന്ന് വിലയിരുത്തപ്പെടുമായിരുന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് എൽഡിഎഫ് കരുത്ത് തെളിയിച്ചത്. മത്സരം നടന്ന 39 വാർഡുകളിൽ 21 എണ്ണമായിരുന്നു ഇടതുമുന്നണിക്കുണ്ടായിരുന്നത്. ഫലം വന്നപ്പോൾ 22 സീറ്റിൽ ജയം. പതിനഞ്ച് സിറ്റിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്ന യുഡിഎഫിന് 13 കുറഞ്ഞു. യുഡിഎഫിന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ ബിജെപി പിടിച്ചെടുത്തപ്പോൾ ബിജെപി സീറ്റായിരുന്ന തൃശൂരിലെ വാർഡ് സിപിഎം പിടിച്ചെടുത്തു. ആലപ്പുഴ ജില്ലയിലാണ് ബിജെപി ജയിച്ച 2 വാർഡുകളും. തകഴി പഞ്ചായത്തിലും കാവാലം വടക്കൻ വെളിയനാട്ടും. ശബരിമല ചർച്ച ഏറ്റവും സജീവമായിരുന്ന പന്തളത്ത് സിപിഎമ്മിന്റെ സിറ്റിംഗ് വാർഡ് എസ്ഡിപിഐ പിടിച്ചു. പുന്നപ്രയിലെ സിറ്റിംഗ് സീറ്റും എസ്ഡിപിഐ നിലനിർത്തി. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ വാർഡുകളിലും ജയം എൽഡിഎഫിനാണ്. ശബരിമല വിഷയം സജീവ ചർച്ചയായി നിൽക്കുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും തന്ത്രപ്രധാനമായിരുന്നു. വോട്ട് രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കാൻ കഴിയുമെന്ന ബിജെപി പ്രതീക്ഷയും ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. 2 സിറ്റിംഗ് സീറ്റുകൾ ബിജെപി പിടിച്ചെടുത്തത് യുഡിഎഫിനെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎം കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടിയപ്പോൾ അമ്പരന്ന് നിൽക്കുകയാണ് കോൺഗ്രസ്. സിറ്റിംഗ് സീറ്റ് നഷ്ടമായെങ്കിലും യുഡിഎഫ് സീറ്റുകൾ പിടിച്ച ആശ്വാസത്തിലാണ് ബിജെപി. ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാർ നയങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. അധികാരത്തിലെത്തിയ ശേഷം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിക്കിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയത് ഇരട്ടി മധുരമുള്ള വിജയം. തിരിച്ചടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ വിജയം മറികടക്കാനുമായി. അപ്പോഴും എൽഡിഎഫിനെയും സിപിഎമ്മിനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില ഫലങ്ങളുണ്ടായി. പന്തളത്ത് സിറ്റിംഗ് സീറ്റ് എസ്ഡിപിഐക്ക് അടിയറ വെച്ച് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വയനാട്ടിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടമായത് നഗരസഭയിലെ ഭരണത്തിന് തന്നെ ഭീഷണിയാകും. ഇടുക്കി ജില്ലയിലെ കൈപ്പറ്റ വാർഡിൽ സിപിഐ സ്വതന്ത്രം തോറ്റത് ഈ വിജയങ്ങൾക്കിടയിലും സിപിഎമ്മിന് ക്ഷീണമായി. അതേസമയം നാമജപ പ്രതിഷേധം ശക്തമായിരുന്ന തൃപ്പൂണിത്തുറയിൽ സിപിഎമ്മിന് മികച്ച വിജയം നേടാനായി. കേരള ഗവൺമെന്റ് നയങ്ങൾക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം. യുഡിഎഫ് ശക്തി കേന്ദ്രമായ എറണാകുളം ജില്ലയിലെ 5ഇടത്തും ഇടതുമുന്നണി വിജയിച്ചു. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. തൃശൂരിൽ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനുമായി. ശബരിമല പ്രതിഷേധവും സർക്കാരിനെതിരെയുള്ള വികാരവും യുഡിഎഫിന് ഗുണം ചെയ്തില്ല. കഴിഞ്ഞ തവണ 15 സീറ്റുകൾ ഉണ്ടായിരുന്ന യുഡിഎഫിന് ഇത്തവണ 12 മാത്രമാണ് വിജയിക്കാനായത്. പത്തനംതിട്ട നഗരസഭയിൽ സിപിഎമ്മിനെ തോപ്പിച്ച വിമതനെ ഒപ്പം കൂട്ടി മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. 2 സീറ്റുകൾ ലഭിച്ചെങ്കിലും ശബരിമല പ്രതിഷേധം കേന്ദ്രീകരിച്ച പന്തളത്തും പത്തനംതിട്ടയിലും അട്ടിമറി വിജയം നേടാനാകാത്തത് ബിജെപിയെ പ്രതിസന്ധിയിലാക്കുന്നു. ആലപ്പുഴയിൽ യുഡിഎഫ് വാർഡുകളിൽ നേടിയ അട്ടിമറി വിജയമാണ് ആശ്വാസം നൽകുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബിജെപി ചെറിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇക്കാര്യം പാർട്ടി പരിശോധിക്കുമെന്നും മുല്ലപ്പള്ളി കോഴിക്കോട് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് ആ രൂപത്തിൽ ഒരു നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ സീറ്റ് നിലനിർത്താൻ സാധിച്ചു എന്നതാണ് പരമാർത്ഥം. അപ്പം ഞാൻ പറയാം, അതിനെക്കുറിച്ച് അവിടെ അന്വേഷിക്കും. തീർച്ചയായിട്ടും ആ ബിജെപിക്ക് ഒരു എഡ്ജ് ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. അത് അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ ഉത്തരവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുവെന്ന് ബിജെപി അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള. ഇരു മുന്നണികളുടെയും അടിത്തറ തകരുന്നുവെന്നാണ് ഫലം നൽകുന്ന സൂചന. ബംഗാളിന്റെയും ത്രിപുരയുടെയും കാറ്റ് കേരളത്തിലേക്ക് വീശുന്നതിന്റെ സൂചനയാണ് പത്തനംതിട്ട ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. അവരുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ജനവിധി അവർക്ക് നേരിടേണ്ടി വരുന്നത്. ഇത് ബംഗാളിന്റെ, ത്രിപുരയുടെ ഒരു കാറ്റ് ഇങ്ങോട്ട് വീശുന്നു എന്നുള്ളതിന്റെ തെളിവായി ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ലോക്കൽ ബോഡി ഇലക്ഷനെ കാണുകയാണ്. 3ാം ദിനവും സഭ പ്രക്ഷുബ്ധം. ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷവും സ്പീക്കറും തുറന്ന പോരിൽ. സ്പീക്കർ ഏകാധിപതിയെപ്പോലെ പെരുമാറുകയാണെന്നും ആത്മവിമർശനം നടത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ചട്ടങ്ങൾക്കുള്ളിൽ നിന്ന് മാത്രമേ പ്രതിപക്ഷ അവകാശം സംരക്ഷിക്കാനാകൂ എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ 3ാം ദിനവും പ്രതിപക്ഷം സ്തവ സമർപ്പിച്ചു.
സഭ ചേർന്നപ്പോൾ ആദ്യം സംസാരിച്ചത് പ്രതിപക്ഷ നേതാവ്. എന്റെ റിക്വസ്റ്റ് അങ്ങയോട് ഒന്നുകിൽ ക്വസ്റ്റ്യൻ അവർ മാറ്റിവെച്ചുകൊണ്ട് ചർച്ചയ്ക്കെടുക്കണം, ഇല്ല എങ്കിൽ റൂൾ 50 അനുസരിച്ച് ഞങ്ങൾക്ക് അവസരം നൽകണം എന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. അനുകൂലമായിരുന്നില്ല സ്പീക്കറുടെ പ്രതികരണം. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 8 മണിക്കൂർ നമ്മൾ ചെലവഴിച്ചു. ഇപ്പൊ ചോദ്യോത്തര വേളയോട് സഹകരിക്കൂ. ഒരേ ഒരു വിഷയം മാത്രമല്ല നമുക്ക് ഉന്നയിക്കാനുള്ളത്, ദയവായിട്ട് മനസ്സിലാക്കൂ. പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ. ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ, മറൈൻ സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തിയുടെ സർവ്വസീമകളും പ്രതിപക്ഷം ലംഘിക്കുകയാണെന്നും സഭ നടത്തിക്കൊണ്ടുപോകാനാകില്ലെന്നും സ്പീക്കർ. നടപടികൾ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്പീക്കറെ കടുത്ത ഭാഷയിൽ പ്രതിപക്ഷം വിമർശിച്ചു. ഞങ്ങൾ ചെയറിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം മാന്യതയുടെ പരിധി ലംഘിക്കുകയാണെന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സ്പീക്കർ ആത്മപരിശോധന നടത്തിയാൽ ഞങ്ങളാരും സ്പീക്കറുടെ ചെയർ താടിയിടുകയോ മുണ്ടും മടക്കി കുത്തി അവിടെ കിടന്ന് ഡാൻസ് ചെയ്യുകയോ ഞങ്ങൾ ചെയ്തില്ല. സ്പീക്കറാണ് ഞങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത്. ദൗർഭാഗ്യവശാൽ സ്പീക്കർ ഞങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള പരാതി ഞങ്ങൾക്കുണ്ട്. പ്രതിപക്ഷത്തിന്റെ അവകാശം സ്പീക്കർ സംരക്ഷിക്കും, എന്നാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന സ്പീക്കറുടെ മറുപടി. നമ്മുടെ ചട്ടങ്ങളുടെയും രീതികളുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് ആവശ്യപ്പെട്ടാൽ എനിക്ക് സഹായിക്കാൻ പറ്റും. അതിനപ്പുറം അപ്രതീക്ഷിതമായ രീതികൾ വന്നിട്ട് ഇങ്ങനെയാണ് പ്രതിപക്ഷത്തെ സംരക്ഷിക്കേണ്ടതെന്നാൽ അത് സാധിക്കുന്ന കാര്യമില്ല. ഇന്നലെ 21 മിനിറ്റും ഇന്ന് 22 മിനിറ്റും മാത്രമാണ് സഭ ചേർന്നത്. വരും ദിവസങ്ങളിലും ശബരിമല വിഷയം സഭയിൽ ചർച്ചയാക്കാൻ തന്നെയാണ് UDF നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ നിരോധനാജ്ഞ 4 ദിവസം കൂടി നീട്ടി. ഡിസംബർ 4 വരെയാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ ദീർഘിപ്പിച്ചത്. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, പോലീസിന്റെ ആവശ്യാനുസരണം നിരോധനാജ്ഞ നീട്ടിയിരിക്കുന്നു. വിവരങ്ങൾ. ജില്ലാ പോലീസ് മേധാവിയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരും 3 എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരും നേരത്തെ നൽകിയ റിപ്പോർട്ട് ജനുവരി 14 വരെ നിരോധനാജ്ഞ നീട്ടണമെന്നായിരുന്നു. അവർ തുടർച്ചയായി ഉന്നയിക്കുന്ന ആവശ്യവും അതാണ്. എന്നാൽ ഘട്ടം ഘട്ടമായാണ് നിരോധനാജ്ഞ നീട്ടുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ നീളുന്നതും. ഇത്തവണ ജില്ലാ ഭരണകൂടം വീണ്ടും 4 ദിവസത്തേക്കാണ് നിരോധനാജ്ഞ നീട്ടിയിരിക്കുന്നത്. ഡിസംബർ 4 വരെയാണ് പുതിയ നിരോധനാജ്ഞ നിരോധനാജ്ഞ നീട്ടിയത്. ഇന്ന് രാത്രിയോടുകൂടി പുതിയ നിരോധനാജ്ഞ ഇന്ന് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നിലവിൽ വരും. നേരത്തെ 26 മുതൽ 30 വരെ, അതായത് ഇന്ന് അർദ്ധരാത്രി വരെയായിരുന്നു ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഇത് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും നിരോധനാജ്ഞ നീട്ടാൻ ജില്ലാ കളക്ടർ തീരുമാനമെടുത്തത്. ഈ നിരോധനാജ്ഞ ഇന്ന് രാത്രി നിലവിൽ വരികയും ചെയ്യും. ഇതിൽ ക്രിമിനൽ നടപടിക്രമം 144 വകുപ്പ് അനുസരിച്ചാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ 4 ഇടങ്ങളിലാണ് നിരോധനാജ്ഞ ആദ്യം പ്രഖ്യാപിച്ചത്. ആ 4 ഇടങ്ങളിൽ തന്നെ ഇത്തവണയും നിരോധനാജ്ഞ തുടരും. ഇലവുങ്കൽ, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ. നേരത്തെ ഹൈക്കോടതി തന്നെ നിരോധനാജ്ഞ ഏർപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്ന കാര്യം ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടം ഇത്തവണ നിരോധനാജ്ഞ നീട്ടുകയും ചെയ്യുന്നത്. ഈ ശബരിപാതയിലും സന്നിധാനത്തേക്കും എത്തുന്ന ഇടപാതകളിൽ ഉൾപ്പെടെ ഈ നിരോധനാജ്ഞ നിലവിലുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഭക്തർ എത്ര വലിയ കൂട്ടമായി എത്തിക്കഴിഞ്ഞാലും ഈ നിരോധനാജ്ഞ ബാധകമല്ല. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതിഷേധം ഉയർന്നാൽ അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കും നിരോധനാജ്ഞ പോലീസിന് ഇടപെടാൻ അധികാരമുണ്ടാവുക. ആ രീതിയിലാണ് നിരോധനാജ്ഞ ഇത്തവണയും നീട്ടിയിരിക്കുന്നത്. ശരി ശ്യാം, ശബരിമലയിൽ നിരോധനാജ്ഞ 4 ദിവസം കൂടി നീട്ടി. ശ്യാമാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല കയറാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ആന്ധ്ര സ്വദേശി യുവതി പമ്പയിലെത്തി. ഉഷ എന്ന 48-കാരിയാണ് മല ചവിട്ടണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് പമ്പയിലെത്തിയത്. ദർശനത്തിന് താൽപര്യമില്ലെന്നും മല ചവിട്ടണമെന്നും മാത്രമാണ് ആഗ്രഹമെന്നും ഉഷ പറഞ്ഞു. ഭർത്താവിനും മകനും ഒപ്പം എത്തിയതായിരുന്നു ഉഷ. പിന്നീട് പോലീസുമായി സംസാരിച്ച ശേഷം അവർ ഗാർഡ് റൂമിൽ തങ്ങുകയാണ്. ഒപ്പമുള്ളവർ മല ചവിട്ടുന്നു. ശബരിമല വിശേഷങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, ഇന്നത്തെ ശബരിമലയിലെ സംഭവങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ ഭക്തർ ശബരിമലയിൽ എത്തുന്നുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ത്രീയെ തിരിച്ചയക്കുകയാണോ പോലീസ്? ധന്യ, നിരോധനാജ്ഞ നീട്ടിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ശബരിമല നിൽക്കുന്നത്. എന്നാൽ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ വ്യക്തമാക്കുന്നു. പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സൂചിപ്പിച്ചിരുന്നു നിരോധനാജ്ഞ തുടരുക തന്നെയാണ്. ശബരിമലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ സുഗമമായി പോകാൻ ഭക്തരുടെ പോക്കുവരവിന് ഏറ്റവും നല്ലത് നിരോധനാജ്ഞ തുടരുന്നതാണ് എന്നുള്ള അഭിപ്രായം തന്നെയായിരുന്നു പോലീസിന്. തുടർന്ന് ഇന്ന് 30-ാം തീയതി 15 ദിവസം പൂർത്തിയാക്കി ആദ്യഘട്ട സുരക്ഷാ സേവനങ്ങൾ പൂർത്തിയാക്കി ആദ്യഘട്ടത്തിലെ പോലീസ്
പോലീസുകാർ മടങ്ങുന്നു. പകരം ഇന്ന് പുതിയ പോലീസ് ഉദ്യോഗസ്ഥർ ചാർജ് എടുത്തിരിക്കുന്നു. ഇത് ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ആന്ധ്ര സ്വദേശിനിയായ 48-കാരി ഭർത്താവിനും മകനുമൊപ്പം പമ്പ ഗാർഡ് റൂമിലെത്തിയത്. സാധാരണ ആന്ധ്രയിൽ നിന്നെത്തുന്ന ഭക്തന്മാർക്കൊപ്പം സ്ത്രീകളുണ്ടാവാറുണ്ട്. ഇവർ പമ്പയിൽ തന്നെ തങ്ങാറാണ് പതിവ്. എന്നാൽ ഈ സ്ത്രീ സന്നിധാനത്തേക്ക് പോകാനുള്ള താല്പര്യം അറിയിച്ചു. പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നങ്ങളും മറ്റും പോലീസുമായി സംസാരിച്ച ശേഷം പിന്നീട് സന്നിധാനത്തേക്കുള്ള യാത്ര വേണ്ടെന്ന് വെക്കുകയായിരുന്നു. നേരത്തെ തന്നെ ദർശനം നടത്താൻ താല്പര്യമില്ല, എന്നാൽ ഭർത്താവിനും മകനുമൊപ്പം മല ചവിട്ടാൻ മാത്രമാണ് താല്പര്യമെന്ന് ഇവർ അറിയിച്ചിരുന്നു. ഇത്രമാത്രമാണ് ഉണ്ടായത്. പക്ഷേ യാതൊരു തരത്തിലും ദർശനത്തിന് താല്പര്യമില്ല എന്ന് അവർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം പോലീസുമായി സംസാരിച്ച ശേഷം ഇവർ ഇവിടെ തന്നെ തുടരുകയായിരുന്നു. ഏതായാലും ഇന്നും ഇന്നലെയുമായി ശബരിമലയിൽ കാര്യമായ തിരക്ക് തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ കാണാത്ത തരത്തിലുള്ള തിരക്ക് ഇന്ന് ശബരിമലയിൽ കാണാനുണ്ട്. ഇന്ന് ഏതാണ്ട് ഈ സമയം വരെ 45,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നലെ ഇത് 51,000 ആയിരുന്നു. ഇന്നും തീർത്ഥാടകരുടെ എണ്ണം 1,00,000 പിന്നിടും എന്ന് തന്നെയാണ്, 1,00,000 കവിയും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ഭക്തരുടെ കുറവ് ശബരിമലയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ദേവസ്വം ബോർഡ് അധികൃതർ തന്നെ സമ്മതിച്ചിരുന്നു. ഇത് വരും ദിവസങ്ങളിൽ ഇതിന് പരിഹാരമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിരോധനാജ്ഞ നീട്ടുന്ന പശ്ചാത്തലത്തിൽ ഏത് തരത്തിലുള്ള വാർത്തകളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് എന്നുള്ളതും കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനമാണ്. നേരത്തെ ശബരിമലയിൽ സംഘർഷങ്ങളാണെന്നും 144 പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഭക്തർക്ക് ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഉള്ള തരത്തിലുള്ള റൂമറുകൾ പരന്നിരുന്നു. ഇതിനെ തുടർന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളോട് സംസാരിച്ച തീർത്ഥാടകർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകർ അവർ തന്നെ സമ്മതിക്കുന്നു, തീർത്ഥാടകർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. ഏർപ്പെടുത്തിയ സുരക്ഷാ സംവിധാനങ്ങളിൽ എല്ലാം തന്നെ അവർ തൃപ്തരാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ദർശനം സുഖമായിരുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് ഭക്തർ പറയുന്നത്. ഏതായാലും അധിക പരിശോധനകൾക്കൊന്നും തന്നെ സാധ്യതയില്ല. പക്ഷേ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ, നാമജപ പ്രതിഷേധങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭക്തരെ തടയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ഈ നിരോധനാജ്ഞ പ്രാവർത്തികമാക്കേണ്ടി വരും. ഏതായാലും പുതിയ സംഘം ഉദ്യോഗസ്ഥർ ഇവിടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. IG ദിനേന്ദ്ര കശ്യപിനാണ് സന്നിധാനത്തിൻ്റെയും പമ്പയുടെയും സുരക്ഷയുടെ ഏകോപന ചുമതല. പമ്പയുടെ സുരക്ഷാ ചുമതലയുള്ള കാളിരാജ് മഹേഷ് കുമാർ ഇപ്പോൾ പമ്പ ഗാർഡ് റൂമിലെത്തി പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ധന്യ. ശരി അശ്വിൻ. പമ്പയിൽ നിന്ന് അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ തീർത്ഥാടന കാലത്ത് ഇനി ശബരിമലയുടെ പൂർണ്ണ നിയന്ത്രണം ഹൈക്കോടതി നിയമിച്ച മേൽനോട്ട സമിതിക്കാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളിലും സമിതിക്ക് ഇടപെടാമെന്നും ഹൈക്കോടതി ഉത്തരവ് വ്യക്തമാക്കുന്നു. സമിതിയുടെ ആദ്യ യോഗം നാളെ കൊച്ചിയിൽ ചേരും. സന്നിധാനത്ത് സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു. ശബരിമലയുടെ പൂർണ്ണ നിയന്ത്രണം ഇനി മുതൽ ഈ മേൽനോട്ട സമിതിക്കായിരിക്കുമെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സർക്കാരും ദേവസ്വം ബോർഡും സമിതിയോട് സഹകരിക്കണം. ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളിലും സമിതിക്ക് ഇടപെടാം. എന്ത് തീരുമാനമെടുക്കാനും നടപ്പാക്കാനും സമിതിക്ക് അധികാരമുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സമിതിയെ സഹായിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഏതെങ്കിലും വിഷയങ്ങളിൽ സമിതിക്ക് വ്യക്തത വേണമെങ്കിൽ നേരിട്ടോ കമ്മീഷണർ മുഖാന്തിരമോ കോടതിയെ സമീപിക്കാം. പോലീസിന്റേതടക്കം എല്ലാ വകുപ്പുകളുടെയും ശബരിമലയിലെ പ്രവർത്തനങ്ങൾ നിയമത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാവണമെന്നും ഉത്തരവ് അടിവരയിടുന്നു. മണ്ഡലകാലത്ത് സന്നിധാനത്ത് പ്രതിഷേധങ്ങൾ ഒഴിവാക്കണമെന്ന് സംഘടനകൾക്കും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാനായ ജസ്റ്റിസ് PR രാമൻ, ശബരിമല ഉന്നതാധികാര സമിതി അധ്യക്ഷനായ ജസ്റ്റിസ് സിരിജകൻ, DGP ഹേമചന്ദ്രൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ന്യൂസ് 18 കൊച്ചി. സന്നിധാനത്ത് 52-കാരിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രന് ജാമ്യമില്ല. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് സുരേന്ദ്രൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ കൂടി K സുരേന്ദ്രൻ ജാമ്യമെടുത്തു. സന്നിധാനം പോലീസ് രജിസ്റ്റർ ചെയ്ത നരഹത്യാശ്രമ ഗൂഢാലോചന കേസിലാണ് K സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. അറസ്റ്റ് ഭരണഘടനാ വിരുദ്ധമാണെന്ന K സുരേന്ദ്രന്റെ അഭിഭാഷകന്റെ വാദം കോടതി തള്ളി. അറസ്റ്റ് നിയമപരമെന്ന പോലീസ് വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു. സന്നിധാനത്ത് 52-കാരിയെ ആക്രമിച്ച RSS പ്രവർത്തകരായ ഇലന്തൂർ സ്വദേശി സൂരജ്, ഹരികൃഷ്ണൻ, കൃഷ്ണപ്രസാദ്, സന്തോഷ് എന്നിവരുടെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. 2013 കേന്ദ്ര ബജറ്റിനെതിരായ പ്രതിഷേധം, കമ്മീഷൻ ഓഫീസ് മാർച്ച് തുടങ്ങിയ 2 കേസുകളിലാണ് സുരേന്ദ്രൻ കോഴിക്കോട് കോടതിയിൽ നിന്നും ജാമ്യം നേടിയത്. കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സുരേന്ദ്രന് ജാമ്യം നൽകിയത്. മണ്ഡലകാലം കഴിയും വരെ ജയിലിലടയ്ക്കാനാണ് പോലീസിന്റെ ശ്രമമെന്ന്
കെ സുരേന്ദ്രൻ പറഞ്ഞു. പിണറായി വിജയനെ വിമർശിക്കുന്നതിലുള്ള വിദ്വേഷമാണ്. ആധുനിക സ്റ്റാലിനാണ് പിണറായി വിജയൻ. ഇത് അധികകാലം പോവില്ല, 2 വർഷം കൂടി മാത്രം. ഇത് ബംഗാളിലും ത്രിപുരയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട, കോഴിക്കോട്. ശബരിമല സമരം മാറ്റിയതിനെ ചൊല്ലി ബിജെപിയിൽ ഭിന്നത. സമരം അവസാനിപ്പിച്ചോ എന്ന് പറയേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്ന് വി മുരളീധരൻ എം പി. ബിജെപി സമരം നിർത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള. ഇതിനിടെ സമരം മാറ്റിയത് സിപിഎം ബിജെപി ഒത്തുകളിയെന്നാരോപിച്ച് യുഡിഎഫും രംഗത്തുവന്നു. ശബരിമല കേന്ദ്രീകരിച്ചുള്ള പ്രക്ഷോഭം അവസാനിപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കാനുള്ള ബിജെപി തീരുമാനത്തെ ചൊല്ലിയാണ് പാർട്ടിയിൽ ഭിന്നത. ശബരിമല പ്രക്ഷോഭത്തിൽ നിന്നും ബിജെപി സംസ്ഥാന നേതൃത്വം പിന്നോക്കം പോകുന്നെന്ന പരാതിയും അണികൾക്കിടയിലുണ്ട്. ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ ജയിൽവാസം ഉയർത്തിക്കാട്ടി ശക്തമായ പ്രക്ഷോഭം നടത്താത്തതിൽ സുരേന്ദ്രൻ പക്ഷക്കാർക്ക് അമർഷമുണ്ട്. ഇതിന്റെ കൂടി പ്രതിഫലനമാണ് വി മുരളീധരൻ എം പിയുടെ വാക്കുകൾ. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന വിശ്വാസി സമൂഹം നടത്തുന്ന നീക്കങ്ങൾ, ആ നീക്കങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശബരിമലയിൽ ബിജെപി ഒരു തരത്തിലുള്ള സമരത്തിനും നേതൃത്വം നൽകിയിട്ടില്ലെന്നും ശബരിമല കർമ്മസമിതിയാണ് അവിടെ സമരം നടത്തുന്നതെന്നുമാണ് സംസ്ഥാന അധ്യക്ഷന്റെ വിശദീകരണം. വിപുലപ്പെടുത്തുന്നു. അതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒരു ജനറൽ സെക്രട്ടറി ഉപവാസം, നിരാഹാരവ്രതം, ജീവിതം മുഴുവൻ നിരാഹാരം നടത്തുന്നു. അതേസമയത്ത് മറ്റു സമരങ്ങൾ തുടരുന്നു. യുവതീ പ്രവേശനത്തിൽ നിന്നും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും നിയന്ത്രണങ്ങളും മുഖ്യ വിഷയമാകുന്ന ഘട്ടത്തിൽ സമരരീതിയിൽ മാറ്റം അനിവാര്യമാണെന്നാണ് ഔദ്യോഗിക നേതൃത്വത്തിന്റെ വാദം. എന്നാൽ ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ മറുപക്ഷം തയ്യാറാണെന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ആർ കിരൺ ബാബു, ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നതിൽ കോടതികൾ ലക്ഷ്മണരേഖ ലംഘിക്കരുതെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫ്. കോടതി വിധികൾക്കെതിരെ വിയോജിപ്പുണ്ടെങ്കിൽ നിയമപരമായ പ്രതിഷേധമാണ് വേണ്ടത്. കേരള ഹൈക്കോടതിയിലടക്കം നിയമനത്തിനായി നൽകിയ പേരുകൾ കേന്ദ്ര സർക്കാർ തിരഞ്ഞുപിടിച്ച് വെട്ടുകയാണെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് ന്യൂസ് 18 അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. ശബരിമല വിധി സംബന്ധിച്ച നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വിസമ്മതിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആചാരങ്ങളിലെ കോടതി ഇടപെടലിനെപ്പറ്റി നിലപാട് തുറന്നു പറഞ്ഞു. വിശ്വാസ സ്വാതന്ത്ര്യത്തിന് ഭരണഘടനയിലുള്ള നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെട്ടാൽ മാത്രമേ കോടതി ഇടപെടാവൂ. അവകാശങ്ങളുടെ ഒരു ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് ഈ പബ്ലിക് ഓർഡറും മൊറാലിറ്റിയും ഭരണഘടനയുടെ മറ്റ് ഈ മൗലികാവകാശങ്ങളുടെ ലംഘനം, ഈ 3 കാര്യങ്ങളിൽ മാത്രമേ പറയുന്നുള്ളൂ. ഈ 3 കാര്യങ്ങൾ ലംഘിക്കപ്പെടാത്തോടത്തോളം കാലം ഒരു കോടതിക്കും ഒരു മത ആചാരങ്ങളെയോ മതവിശ്വാസങ്ങളെയോ മതജീവിതത്തെയോ പരിശോധിക്കാൻ പാടില്ല. കോടതി വിധി പുനഃപരിശോധിക്കാത്തിടത്തോളം അന്തിമമാണ്. വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ വിധി പുനഃപരിശോധിക്കാത്തിടത്തോളം കാലം, തിരുത്തുകയോ ചെയ്യാത്തിടത്തോളം കാലം അത് അന്തിമമാണ്, അത് ബാധകവുമാണ്. അത് പാലിക്കാത്തത് കോടതി അലക്ഷ്യവും. വിധിയിൽ തിരുത്തലോ പുനഃപരിശോധനയോ വ്യക്തതയോ വേണമെങ്കിൽ കോടതിയെ തന്നെയാണ് സമീപിക്കേണ്ടത്. അത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വിധിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. ഏത് കോടതി വിധിയെയും വിമർശിക്കണം, വിമർശന ബുദ്ധിയെ പരിശോധിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ജൂറിസ്പ്രുഡൻസിന്റെ നിയമത്തിന്റെ വളർച്ച നടപ്പാക്കാൻ പറ്റുന്ന വിധികൾ മാത്രമേ പുറപ്പെടുവിക്കാവൂ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തത തേടി കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. കേരള ഹൈക്കോടതിയിലേക്കടക്കം ജഡ്ജി നിയമനത്തിനായി നൽകിയ പേരുകൾ കേന്ദ്ര സർക്കാർ തിരഞ്ഞുപിടിച്ച് വെട്ടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ അയക്കുന്ന പേരുകളിൽ സിലക്റ്റീവായിട്ട് മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വീണ്ടും ഇടപെടലുണ്ടെന്നാണ്. ചീഫ് ജസ്റ്റിസിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഖേദമില്ല. ആ ഘട്ടത്തിൽ ആ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനത്തിന് ഒരു പ്രസക്തിയില്ലാതെ വന്നതുകൊണ്ടാണ് ആ തീരുമാനം, അത് കടുത്ത തീരുമാനമായിരുന്നതിൽ കൂടി അത് എടുക്കേണ്ടി വന്നത്. ആ തീരുമാനത്തിന്റെ ഗുണഫലങ്ങൾ ധാരാളം പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശമില്ലെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് വ്യക്തമാക്കി. ഏതായാലും ജസ്റ്റിസ് കുര്യൻ ജോസഫ് വ്യക്തമാക്കുന്നത് അധികം നിയമരംഗത്ത് തന്നെ ഉണ്ടാകും, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ്. ഡൽഹിയിൽ നിന്നും ക്യാമറാമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യതലസ്ഥാനത്ത് ആർത്തിരമ്പിയ കർഷക പ്രതിഷേധം പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദിയായി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, തൃണമൂൽ നേതാവ് ദിനേശ് ത്രിവേദി തുടങ്ങിയവർ വേദി പങ്കിട്ടു. കർഷകരുടെ ആവശ്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചതോടെ കർഷക പ്രക്ഷോഭം പൊതു തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പായി. കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം, വിളകൾക്ക് ഉൽപാദന ചെലവിനേക്കാൾ 50% കൂടുതൽ താങ്ങുവില നിശ്ചയിക്കണം, പലിശരഹിത വായ്പ അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആയിരക്കണക്കിന് കർഷകർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത്. പാർലമെന്റ് സ്ട്രീറ്റിൽ കർഷക നേതാക്കൾക്കൊപ്പം പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളും കർഷകരെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി,
NCP നേതാവ് ശരത് പവാർ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, തൃണമൂൽ നേതാവ് ദിനേശ് ത്രിവേദി തുടങ്ങിയവർ വേദി പങ്കിട്ടതോടെ സമരം പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദിയായി മാറി. വൻകിടക്കാരെ സഹായിക്കുന്ന മോദി കാർഷിക വിഷയങ്ങളിൽ മൗനം പാലിക്കുകയാണെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. पिछले 4.5 साल में नरेंद्र मोदी जी ने, बीजेपी ने 3.5 लाख करोड़ रुपए हिंदुस्तान के 15 सबसे अमीर लोगों का कर्जा माफ किया है. കാർഷിക കടം എഴുതിത്തള്ളലും മിനിമം താങ്ങുവില ഉറപ്പാക്കലും പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കുമെന്ന് നേതാക്കൾ കർഷകർക്ക് ഉറപ്പു നൽകി. ഇതിലൂടെ രാജ്യത്തെ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധി പൊതുതെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ഈ ജനസാഗരത്തോട് അധികാരികൾക്ക് മുഖം തിരിക്കാനാവില്ല എന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ക്യാമറാമാൻ KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. രാജ്യത്ത് പാചകവാതക വില കുറച്ചു. സബ്സിഡി സിലിണ്ടറുകൾക്ക് 6 രൂപ 52 പൈസയും സബ്സിഡി രഹിത സിലിണ്ടറുകൾക്ക് 133 രൂപയും കുറയും. പുതിയ നിരക്കുകൾ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 6 മാസത്തെ തുടർച്ചയായ വില വർധനവിന് ശേഷമാണ് ഇപ്പോൾ വില കുറച്ചിരിക്കുന്നത്. 14 രൂപ 13 പൈസയാണ് ഈ കാലയളവിൽ LPGയുടെ വില വർദ്ധിപ്പിച്ചിരുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞതും രൂപ ചെറിയ തോതിൽ ശക്തി പ്രാപിച്ചതുമാണ് വില കുറയ്ക്കാൻ കാരണമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. PV അൻവർ MLAയുടെ കക്കാടംപൊയിലെ വാട്ടർ തീം പാർക്ക് ഉടനെ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകാനാകില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കേന്ദ്ര ഏജൻസി പാർക്കിനകത്ത് ശാസ്ത്രീയ പരിശോധന നടത്തിയാലേ തുടർ നടപടി സ്വീകരിക്കാനാകൂവെന്നും സർക്കാർ എതിർ സത്യവാങ്മൂലം നൽകി. ജൂൺ 13 കക്കാടംപൊയിലെ വാട്ടർ തീം പാർക്കിനകത്ത് ഉരുൾപൊട്ടിയ ആകാശ ദൃശ്യങ്ങൾ ജൂൺ 16 ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് ദുരന്ത നിവാരണ നിയമപ്രകാരം പാർക്കിന് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി. പരിസ്ഥിതി പ്രവർത്തകനായ TV രാജൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ കോടതിയിൽ പാർക്കിന് പ്രവർത്തനാനുമതി നൽകാനാവില്ലെന്നും കേന്ദ്ര ഏജൻസി ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും കോടതിയെ അറിയിച്ചത്. ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ നിരീക്ഷണത്തിലാണ് പാർക്കും പരിസരവുമെന്നും ജില്ലാ കലക്ടർ കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെ ഉരുൾപൊട്ടിയത് മറയ്ക്കാൻ അൻവർ പാർക്കിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ജില്ലാ കലക്ടർ ഇടപെട്ട് തടഞ്ഞിരുന്നു. ഡിസംബർ 6 ഇനി കേസ് പരിഗണിക്കുക. കേന്ദ്ര ഏജൻസി ശാസ്ത്രീയ പരിശോധന നടത്താതെ പാർക്ക് തുറന്നു പ്രവർത്തിക്കാനാവില്ലെന്ന സർക്കാർ തീരുമാനം PV അൻവർ MLAക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടിയായതിനാൽ ഇനി പാർക്ക് തുറക്കാനുള്ള സാധ്യത കുറവാണ് താനും. കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാറിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. PK ശശി MLAക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് വീണ്ടും യുവതിയുടെ പരാതി. പാർട്ടി ശശിക്കെതിരെ നടപടിയെടുത്തത് യഥാർത്ഥ പരാതിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിവൈഎഫ്ഐ വനിതാ നേതാവ് കത്തയച്ചത്. ലൈംഗിക പീഡന ശ്രമത്തിന് പരാതി നൽകിയിട്ടും പാർട്ടി കമ്മീഷൻ ഫോൺ സംഭാഷണത്തിന്റെ പേരിലാണ് നടപടിക്ക് ശുപാർശ ചെയ്തതെന്ന് കത്തിൽ പറയുന്നു. ലൈംഗിക പീഡന പരാതി അന്വേഷിച്ച പാർട്ടി കമ്മീഷനെയും സംസ്ഥാന നേതൃത്വത്തെയും വെട്ടിലാക്കിയാണ് യുവതി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചത്. പാർട്ടി ഓഫീസിൽ നടന്ന ലൈംഗിക പീഡന ശ്രമത്തിനെതിരെയാണ് പരാതി നൽകിയത്. അത് ഗൌരവത്തിലെടുക്കാതെ ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ മാത്രമാണ് PK ശശിക്കെതിരെ നടപടിയെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്തയച്ചത്. ലൈംഗിക പീഡന ശ്രമത്തിന് അർഹിക്കുന്ന ഗൌരവത്തിലുള്ള നടപടി വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. അന്വേഷണ കമ്മീഷനെതിരെയും കത്തിൽ ആക്ഷേപമുന്നയിച്ചിട്ടുണ്ട്. PK ശശി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു പരാതി. ഇതിന്റെ അനുബന്ധ തെളിവായാണ് ഫോൺ സംഭാഷണം നൽകിയത്. എന്നാൽ കമ്മീഷൻ പീഡന പരാതി പരിശോധിക്കാതെ ഫോൺ സംഭാഷണത്തിലെ മോശം പെരുമാറ്റത്തിന് മാത്രമാണ് ഊന്നൽ നൽകിയത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് യുവതിയുടെ നിലപാട്. PK ശശിയെ CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാത്തതിലും യുവതിക്ക് അതൃപ്തിയുണ്ട്. ഒരു വിഭാഗം വ്യക്തിഹത്യ നടത്താൻ ശ്രമം തുടരുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. തന്റെ യഥാർത്ഥ പരാതിയിൽ മേലല്ല നടപടി ഉണ്ടായതെന്ന യുവതിയുടെ ആരോപണം പാർട്ടി നേതൃത്വത്തെയും പാർട്ടി കമ്മീഷനെയുമാണ് പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ളത്. PK ശശിയെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് സംസ്ഥാന നേതൃത്വം ചെയ്തതെന്ന ആരോപണം ഇതോടെ കൂടുതൽ ശക്തമായി. പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. കവിത കോപ്പി അടിച്ചതാണെന്ന് പറയാൻ ദീപ നിശാന്ത് തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കവി S കലേഷ്. 2011 എഴുതിയ കവിത ദീപ നിശാന്ത് മോഷ്ടിച്ച് അധ്യാപക സംഘടനയുടെ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചുവെന്നാണ് ആരോപണം ദീപ നിശാന്ത് നിഷേധിച്ചു. 7 വർഷം മുമ്പ് എഴുതിയ അങ്ങനെയിരിക്കെ മരിച്ചുപോയി ഞാൻ നീ എന്ന കവിത ദീപ നിശാന്ത് മോഷ്ടിച്ച് തലക്കെട്ട് മാറ്റി പ്രസിദ്ധീകരിച്ചുവെന്നാണ് ആരോപണം. ഇതിനുള്ള തെളിവുകളും S കലേഷ് ഹാജരാക്കുന്നു. ബ്ലോഗിലും വാരികയിലും പ്രസിദ്ധീകരിച്ച കവിത ആകാശവാണിയിലും അവതരിപ്പിച്ചിട്ടുണ്ട്.
ഇത് CS വെങ്കടേശ്വരൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനവും ചെയ്തിരുന്നു. എന്നാൽ ചെറിയ മാറ്റങ്ങളോടെ ദീപാ നിശാന്ത് കവിത സ്വന്തം പേരിൽ ആക്കുകയായിരുന്നുവെന്ന് കലേഷ് പറയുന്നു. പരാതിയിലേക്ക് നീങ്ങേണ്ടി വരും അവർ ആ നിലയിൽ ഇവർ പ്രതികരിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാലും അതിനകത്ത് വലിയൊരു സങ്കടമുണ്ട്. നമ്മളൊരു എഴുത്ത് അല്ലെ ഒരു കവിതയ്ക്ക് ഒരു പൊതുസമൂഹം നൽകുന്ന വില എന്താണ് എന്നുള്ള ചോദ്യം അതിനകത്ത് വരുന്നുണ്ട്. ഒരു കവി എഴുതിയ കവിത അത്രയും വായനക്കാരുണ്ടായി, അതിനെപ്പറ്റി അഭിപ്രായം വന്നു, അതിനെപ്പറ്റി പഠനങ്ങൾ വന്നു കവിതയെ സംബന്ധിച്ച്. കവിത മോഷ്ടിച്ച് വികലമാക്കിയിട്ടും ദീപാ നിശാന്ത് എടുത്ത നിലപാടുകൾ വേദനിപ്പിക്കുന്നുവെന്നും കലേഷ് പറഞ്ഞു. പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കവിത എൻ്റേതാണെന്ന് തന്നെ വീണ്ടും എനിക്ക് സ്ഥാപിക്കേണ്ടി വരുവാണ് 8 വർഷങ്ങൾക്ക് ശേഷം. അതൊരു കവിയെ സംബന്ധിച്ച് വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. എന്നാൽ ആരോപണങ്ങൾ ദീപാ നിശാന്ത് നിഷേധിച്ചു. കവിത പ്രസിദ്ധീകരിച്ച സർവീസ് സംഘടനാ വാരികയുടെ ഭാഗത്തു നിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ദീപാ നിശാന്ത് കൂട്ടിച്ചേർത്തു. എഡിറ്റോറിയലിന്റെ ഭാഗത്തുനിന്നൊന്നും അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അതൊരു ആസൂത്രിത നീക്കമാണെന്നുള്ള മട്ടിലൊക്കെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തെറ്റാണ്. കലേഷിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്ത് വന്നതോടെ വിഷയം വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ, കൊച്ചി. സെക്രട്ടേറിയറ്റിലും പൊതുസ്ഥലങ്ങളിലും മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവ്. മുൻകൂർ അനുമതിയില്ലാതെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതികരണം തേടുന്നതിനാണ് വിലക്ക്. സെക്രട്ടേറിയറ്റിലെ പ്രവേശനത്തിനും നിയന്ത്രണമുണ്ട്. മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം. നിയന്ത്രണമല്ല, മാധ്യമങ്ങൾക്ക് കൂടുതൽ സൌകര്യമൊരുക്കാനാണ് ശ്രമമെന്നാണ് സർക്കാർ വിശദീകരണം. പൊതുപരിപാടികൾക്കെത്തുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇനി മാധ്യമങ്ങളോട് സംവദിക്കണമെങ്കിലും മാധ്യമങ്ങൾക്ക് പ്രതികരണം തേടണമെങ്കിലും PRDയെ മുൻകൂട്ടി അറിയിക്കണം. അവിടെ അതിനുള്ള സൗകര്യം PRD ഏർപ്പെടുത്തണം. PRDയുടെ അനുമതിയില്ലാതെ പ്രതികരണങ്ങൾ തേടാൻ കഴിയില്ലെന്ന് ചുരുക്കം. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലും സൗത്ത് കോൺഫറൻസ് ഹാളിലും നടക്കുന്ന പരിപാടികളിൽ മാധ്യമങ്ങളെ നേരിട്ട് ക്ഷണിക്കാൻ വകുപ്പുകൾക്ക് കഴിയില്ല. അതിനും PRDയുടെ അനുമതി വേണം. സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രവേശനവും അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകർക്കും എൻട്രി പാസ് ഉള്ളവർക്കുമാക്കി ചുരുക്കും. സെക്രട്ടേറിയറ്റിന് പുറത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടികളിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം നൽകണമെങ്കിൽ മന്ത്രി ഓഫീസ് മുൻകൂട്ടി PRDയെ അറിയിക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറി സുബ്രതോ ബിശ്വാസിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവരുടെ അഭിമുഖങ്ങൾക്ക് PRD വഴി അനുമതി വാങ്ങണം. നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. സർക്കാർ നടപടി ഏകാധിപത്യപരമാണ്. മാധ്യമപ്രവർത്തകരോടുള്ള സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. ജനാധിപത്യ കക്ഷികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാട്ടം നടത്തണം. ആ പോരാട്ടത്തിന്റെ മുന്നിൽ BJP ഉണ്ടാകും. എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനാണ് ഉത്തരവെന്നാണ് സർക്കാർ നിലപാട്. ക്രമീകരണങ്ങളിൽ പിഴവുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കി. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി മാത്രമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. മന്ത്രി AK ശശീന്ദ്രന്റെ രാജിയിലേക്ക് നയിച്ച ഫോൺ കെണി അന്വേഷിച്ച ആന്റണി കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാരിന്റെ പുതിയ ക്രമീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രളയ ദുരിതാശ്വാസത്തിന് കേരളത്തിന് 2500 കോടി രൂപ കൂടി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ ശുപാർശ. ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതി യോഗം ചേർന്ന് ശുപാർശയിൽ അന്തിമ തീരുമാനമെടുക്കും. 2 നിവേദനങ്ങളിലായി കേരളം ആവശ്യപ്പെട്ട തുക പൂർണ്ണമായും ലഭിക്കില്ലെന്ന് ഇതോടെ ഉറപ്പായി. പ്രളയ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും 5616 കോടി രൂപ ആവശ്യപ്പെട്ട് 2 നിവേദനങ്ങളാണ് കേരളം കേന്ദ്രത്തിന് നൽകിയത്. 2000 കോടി രൂപയുടെ അടിയന്തര സഹായവും ആവശ്യപ്പെട്ടു. കേന്ദ്ര സംഘം സംസ്ഥാനം സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അനുവദിക്കേണ്ട തുക സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബയുടെ ശുപാർശ. കേരളം ആവശ്യപ്പെട്ടതിൽ 2500 കോടി രൂപ മാത്രമേ അധികമായി ലഭിക്കൂ. നേരത്തെ നൽകിയ 600 കോടിയടക്കം ആകെ 3100 കോടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഉന്നതതല സമിതി ശുപാർശ പരിഗണിച്ച് അന്തിമ പാക്കേജ് പ്രഖ്യാപിക്കും. സമിതി ഉടൻ യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നലെ ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചിരുന്നു. കേന്ദ്ര മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാതെയാണ് സംസ്ഥാനം നഷ്ടം കണക്കാക്കിയതെന്നാണ് ആവശ്യപ്പെട്ട മുഴുവൻ തുകയും നൽകാത്തതിന് കേന്ദ്ര വിശദീകരണം. ന്യൂസ് 18 ഡൽഹി.